എല്ലാവർക്കും നമസ്കാരം. വളരെ വേദനയോടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് നമ്മുടെ കേരള സർക്കാരിനോട്. പാടം ഒന്ന് ഒരു കുട്ടി വലിഞ്ഞു കയറി മരിക്കാൻ പോയി എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി നമ്മുടെ തേവലക്കര ബോയ്സ് സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോൻ മരിച്ചതിനെ ഭയങ്കര ആധികാരികമായിട്ട് നടത്തിയ ഒരു വാർത്താ സമ്മേളനമാണ്. അതായത് CPM-ൻ്റെ പാർട്ടി നിരീക്ഷണത്തിലുള്ള സ്കൂൾ തന്നെയാണത്. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് അന്വേഷിക്കണമെന്നുണ്ടായിരുന്നു. അത് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്, എല്ലാ വർഷവും നമ്മൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ അവിടെ പഞ്ചായത്തിൽ തിരക്കിയപ്പോൾ പഞ്ചായത്ത് കൈമലത്തുന്നു, പിന്നെ PTA കൈമലത്തുന്നു, അധ്യാപകർ കൈമലർത്തുന്നു, സർക്കാരും കൈമലർത്തുന്നു. ആ അച്ഛനും അമ്മയ്ക്കും മകൻ നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം 6 വർഷമായി ആ കെട്ടിടം അവിടെ സ്ഥിതി ചെയ്യുന്നു, ആ ഷെഡ്. അതായത് ഇപ്പം വൈദ്യുതി ലൈനിനടുത്ത് ഷെഡ് കെട്ടാൻ പാടില്ല എന്നുണ്ട്. പഞ്ചായത്ത് അതിന് അനുമതി കൊടുത്തിട്ടില്ല എന്നാണ് പഞ്ചായത്ത് പറയുന്നത്. പഞ്ചായത്ത് അങ്ങനെ ഒരു പെർമിഷൻ അവിടെ കൊടുത്തിട്ടില്ല. കഴിഞ്ഞ 6 വർഷമായി ആ ഷെഡ് അവിടെ സ്ഥിതി ചെയ്യുന്നുമുണ്ട്. പിന്നെ അതിനുശേഷം പിന്നെ പറയുന്നത് പഞ്ചായത്ത് PTA പ്രസിഡന്റ് കോൺഗ്രസ്സുകാരനാണല്ലോ PTA പ്രസിഡന്റ് എന്ന്. അധ്യാപകർ പറയുന്നത് അവർ അറിഞ്ഞിട്ടില്ല കുട്ടി അതിൻ്റെ മണ്ടയ്ക്ക്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനും ഒരു അധ്യാപികയാണ്. ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കുട്ടികൾ അവിടെ കയറുന്നത് ആ ലൈൻ കമ്പി അപകടമാണെന്നും കുട്ടികൾ അവിടെ കയറുന്നത് അപകടമാണെന്നും അറിയാമെങ്കിൽ എന്തുകൊണ്ട് അവിടെ അല്ലെങ്കിൽ കുട്ടികൾ അവിടെ കയറാതിരിക്കാനുള്ള ഒരു വഴിയെങ്കിലും നിങ്ങൾ നോക്കാഞ്ഞത് എന്തുകൊണ്ടാണ്? അതെൻ്റെ ഒന്നാമത്തെ ചോദ്യം. കാരണം ഈ കുട്ടി ആദ്യമായിട്ടായിരിക്കില്ല അവിടെ കയറിയിട്ടുള്ളത്. ഇതിനു മുന്നും പലതവണ ബോൾ എടുക്കാനും ചെരുപ്പെടുക്കാനും ഒക്കെ കുട്ടികൾ പലരും അവിടെ കയറിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു വാദം നമുക്കത് കൃത്യമായിട്ട് കാണാം. ആ ക്ലാസ് മുറികളുടെയൊക്കെ ദയനീയാവസ്ഥ കണ്ടതാണ് കേട്ടോ. അതെല്ലാം പോട്ടെ, ആ കുട്ടികൾ അവിടെ കയറുന്നതിനെ തടയാൻ വേണ്ടി അവിടുത്തെ പ്രിൻസിപ്പൾ, ഹെഡ് മാസ്റ്റർ ആവട്ടെ, ബാക്കി അധ്യാപകരാകട്ടെ എന്ത് നടപടിയാണ് എടുത്തത്? അവിടെ അടച്ചു വെക്കുകയോ കുട്ടികൾ അങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയോ കുട്ടികളെ ഒരിക്കലും അവിടെ കയറരുതെന്നും അതിൻ്റെ അപകട സാധ്യത പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയൊക്കെ ചെയ്തോ? മന്ത്രി പറഞ്ഞല്ലോ കുട്ടി മനഃപൂർവ്വം അങ്ങോട്ട് കയറിപ്പോയി മരിച്ചതാണ്, കൂട്ടുകാർ വിലക്കിയിട്ടുവെന്ന്. ഒരു കുട്ടിയും മരിക്കാൻ വേണ്ടിയിട്ടല്ല ഒരു കാര്യത്തിലോട്ടും എടുത്തു പോകുന്നത്. കഴിഞ്ഞ ഒരു 5 വർഷം മുന്നേ ഒരു കുട്ടി ക്ലാസ് മുറിയിൽ പാമ്പ് കടിയേറ്റ് മരിച്ചു. ആ പൊത്തിൻ്റെ പാമ്പ് ഇരിപ്പുണ്ടോ, ഇന്ന് ഞാൻ സ്കൂളിൽ പോയി അങ്ങോട്ട് കയറിപ്പോയാൽ മരിക്കുമെന്ന് പറഞ്ഞല്ല ആ കുട്ടി ക്ലാസ്സിലോട്ട് കയറിപ്പോയത്. കുളിക്കാനായിട്ട് പുഴയിൽ കുട്ടികൾ ഇറങ്ങുന്നു. ഞാനിപ്പോൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞല്ല അവർ പോകുന്നത്. അതൊക്കെ തന്നെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അത് അവിടെ അപകടമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുമുള്ള അധ്യാപകർ വേണ്ടേ ആ സ്കൂളിൽ? അത് ചെയ്യാഞ്ഞത് എന്താ? അപകടങ്ങൾ ആർക്കും സംഭവിക്കാം, എപ്പോഴും സംഭവിക്കാം. മനഃപൂർവ്വം അധ്യാപകർ അവനെ തള്ളിവിട്ടെന്നോ ഒന്നും പറയുന്നില്ല. ദയവായിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കൂ. പക്ഷെ അവിടെ കയറാതിരിക്കാൻ അതൊരു അപകട സ്ഥലമാണെന്നും അല്ലെങ്കിൽ തന്നെ ഇതിനൊരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പെർമിഷൻ പഞ്ചായത്തിൻ്റെതോ കിട്ടാതെ നിങ്ങൾ എങ്ങനെയാണ് അവിടെ ആ കെട്ടിടം പണിഞ്ഞ് ഇത്രയും നാൾ അവിടെ കുട്ടികളെ പഠിപ്പിച്ചത്? ഈ അധ്യാപകർ കാണാതെ എത്രയോ കുട്ടികൾ അതിന് മുകളിൽ കയറി കാണും. പക്ഷെ അവസാനം ബലിയാടായത് ഈ ഒരു കുട്ടിയാണെന്ന് മാത്രം. അതിനുശേഷം ബഹുമാനപ്പെട്ട മന്ത്രി ചിഞ്ചുറാണി എറണാകുളത്തെ CPM-ൻ്റെ വനിതാ സംഗമത്തിൽ നിന്ന് സുംബ ഡാൻസ് കളിക്കുകയാണ്. 8ാം ക്ലാസ്സിൽ പഠിച്ച ദരിദ്രനായ ഒരു കല്ലുപണിക്കാരനായ അപ്പൻ്റെ മകൻ, കുവൈറ്റിൽ വീട് പണിക്ക് പോയ അമ്മ, നന്നായിട്ട് പഠിക്കുമായിരുന്നു, മിടുക്കൻ. അമ്മുമ്മ പറയുന്നു, എൻ്റെ മകനെ പഠിപ്പിക്കാൻ പറ്റാത്തത് എൻ്റെ പേരക്കുട്ടി പഠിച്ചത് സന്തോഷമായിരുന്നെന്ന്, അവനെ പഠിപ്പിക്കാനായിരുന്നു എന്ന് ആഗ്രഹം. അവൻ മരിച്ചു വന്നപ്പോൾ സുംബ ഡാൻസ് കളിക്കുന്നു. എന്താ അല്ലേ? ഇനി വരുന്ന ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, മരിക്കുന്നതെല്ലാം സാധാരണക്കാരാ, നഷ്ടങ്ങൾ മൊത്തം സാധാരണക്കാർക്ക്. ഇനി സർക്കാർ ഒരു 5 ലക്ഷം രൂപ കൊടുക്കും, ഒരു 10 ലക്ഷം രൂപ കൊടുക്കും. അതുപോലാണല്ലോ കഴിഞ്ഞ ദിവസം ആ മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണ ബിന്ദുവിൻ്റെ വീട്ടിലും സംഭവിച്ചത്. അങ്ങനെയാണ് 10 ലക്ഷമോ 5 ലക്ഷമോ 20 ലക്ഷമോ ഒരു ജോലിയോ ആവുമ്പോൾ ദരിദ്രരായവർക്ക് അത് മതി. അവർക്കാണ് ഈ അപകടങ്ങൾ പറ്റുന്നതും ഇരയാവുന്നതും ബലിയാടാകുന്നതും എല്ലാം ദരിദ്രരാണ്. ഞാനും ഒരു സാധാരണക്കാരിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വികാരങ്ങളോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കാനും എനിക്ക് പറ്റും. അതുകൊണ്ട് നമ്മുടെ ഇനിയിപ്പോൾ സർക്കാരിൻ്റെ കാര്യങ്ങൾ, സർക്കാരിനെ കരിയും തേക്കണ്ട, പൊട്ടും തേക്കണ്ട, ചാന്തും തേക്കണ്ട. ദയവായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴല്ല, ദിനം പ്രതി കേരളം ഞെട്ടിക്കൊണ്ടിരിക്കുക, ഞങ്ങൾ മൊത്തം ഞെട്ടിക്കൊണ്ടിരിക്കുക. അത് ഏത് പാർട്ടിയാണെങ്കിലും. കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസ്, PTA പ്രസിഡന്റ് കോൺഗ്രസ്സാണെന്ന് പറയുന്നു, പഞ്ചായത്തുകാർ ഇതിന് പെർമിഷൻ കൊടുത്തിട്ടില്ല, അധ്യാപകർ കൈമലെത്തുന്നു. ഇതൊക്കെ കണ്ട് ഒരു കുട്ടി സംഭവിച്ചു പോയി. KCB സമ്മതിച്ചിരിക്കുന്നു, വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. KCBയുടെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, KCB സമ്മതിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെയുള്ള ഒരു മന്ത്രി ഈ ഒരു പ്രസ്താവന നടത്തിയത്. കൂട്ടുകാരെ നിർബന്ധിച്ചിട്ട് സ്വയം അങ്ങ് മരിക്കാൻ പോയെന്ന്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിന് എത്ര വയസ്സുണ്ടാവും?
അവൻ മരിക്കുമെന്നും പറഞ്ഞല്ല പോയത്. കുട്ടികൾ ചെരുപ്പറിഞ്ഞ് കളിക്കുമായിരുന്നു, അതിൻ്റെ മുകളിൽ ചെരുപ്പ് വീഴും, ഇവരെടുക്കാൻ കയറുമായിരുന്നു. ഒരു തവണയെങ്കിലും അത് എടുക്കാതിരിക്കാൻ ആ വാതിലിൻ്റെ ഭാഗം അടച്ചു വെക്കുകയോ അങ്ങോട്ട് കയറരുത്, അവിടെ ലൈൻ കമ്പിയുണ്ട്, അത് അപകടം സംഭവിക്കുമെന്നോ ഒരു അസംബ്ലിയിലും ക്ലാസ് ടീച്ചേഴ്സ് എല്ലാ ക്ലാസ് റൂമിലും പറഞ്ഞു കുട്ടികളെ അത് വിലക്കിയിരുന്നെങ്കിൽ ഒരു ചെറിയ രീതിയിലെങ്കിലും അവർക്കൊരു ഭയം ഉണ്ടായേനെ. അല്ലെങ്കിൽ അവിടെ കയറുന്ന നേരത്തെ ഏതെങ്കിലും കുട്ടി നിർദ്ദേശിച്ചേനെ കയറരുത്, വീഴുമെന്ന് മാത്രമേ അവർക്ക് തോന്നിയുള്ളൂ. അവൻ ആ ബെഞ്ച് വരെ പിടിച്ചിട്ടിട്ടാണ് അവിടെ കയറി അത് എടുക്കാൻ പോയപ്പോൾ, തെറ്റി വീഴാൻ പോയപ്പോൾ അവൻ പെട്ടെന്ന് അതിനകത്താണ് പിടിച്ചത് കമ്പിയിൽ. അപ്പോൾ അത് ലൈൻ കമ്പിയാണെന്ന്, ഷോക്കടിച്ച് വീണ് മരിക്കുമെന്നോ ഒന്നും ആ കുട്ടി വിചാരിക്കുന്നില്ല. 12-13 വയസ്സുള്ളൊരു കുട്ടിയാണ്. മന്ത്രിയുടെ അത്രയും ലോകപരിചയവും പരിചയവും ഒന്നും ആ വിദ്യാർത്ഥിക്കില്ല. ദയവായിട്ട് മന്ത്രി അത് മനസ്സിലാക്കണം. എൻ്റെ മണ്ഡലത്തിലുള്ള മന്ത്രിയാണ്, ചടയമംഗലം മണ്ഡലത്തിലാണ് ഞാനും വോട്ട് ചെയ്തത്. കഷ്ടം, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കഷ്ടം. ഞാൻ കൂടി വോട്ട് ചെയ്ത് പോയല്ലോ എന്ന് ഓർത്ത് എനിക്ക് കഷ്ടം തോന്നുന്നു. പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. ഞാൻ വോട്ട് ചെയ്തത് മിനിസ്റ്റർ ചിഞ്ചുറാണിക്കാണ്. വളരെ ബഹുമാനത്തോടു കൂടി തന്നെ പറയട്ടെ, ഒരിക്കലും ഒരു കുഞ്ഞു പോയി അങ്ങ് മരിക്കാൻ പോയി. നമ്മുടെ വീട്ടിലാണ് ഈ അവസ്ഥ വരണം, നമ്മുടെ മുറ്റത്ത് വരണം, നമ്മുടെ കൺമുമ്പിൽ വരണം, നമ്മുടെ വീടിനകത്ത് വരണം. രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി വൈകുന്നേരം വരുമ്പോൾ നമ്മൾ പോയ അവസ്ഥ ആയിരിക്കരുത് ആ വീട്ടിൽ. അപ്പോഴും മാത്രമേ എല്ലാവർക്കും കണ്ണ് നിറയൂ. മറ്റൊരാൾക്ക് സംഭവിക്കുമ്പോൾ 5 ലക്ഷമോ 10 ലക്ഷമോ കൊടുത്ത് ഒതുക്കാനും അതിനെതിരെ എന്തോ പറയുന്നത് വളരെ രാഘവത്തോടെ അതിനെ കാണാനും അതിനുശേഷം പോയി ഇന്ന് സുംബ ഡാൻസ് കളിക്കാനും ഒക്കെ കുറച്ച് അധികം മനക്കെട്ടി വേണം. പിന്നെ സർക്കാരിനെ കരിയും തേക്കുന്നില്ല, ചാന്തും തേക്കുന്നില്ല, പൊട്ടും തേക്കുന്നില്ല. നിങ്ങൾ നല്ല രീതിയിൽ കൺമഷി എഴുതി, പിരികോ എഴുതി, പൊട്ടും തൊട്ട് നടന്നോ. കണ്ണിൻ്റെ താഴെയോ മുകളിലോ ഇച്ചിരി കരിപറ്റിയാലല്ലേ കുഴപ്പം വരുള്ളൂ. അത് പറ്റാതിരിക്കാൻ നിങ്ങൾ ഇടയ്ക്ക് കണ്ണാടിയിലൊന്ന് നോക്കിയാൽ മാത്രം മതിയാവും. ബഹുമാനപ്പെട്ട സർക്കാർ, എൻ്റെ പൊന്നുമോന് മരിച്ചുപോയ, നമുക്കെല്ലാ മക്കളുള്ളതാണ്. എൻ്റെ പൊന്നുമോന് അവൻ്റെ അച്ഛനും അമ്മയ്ക്കും അത് സഹിക്കാനുള്ള കരുത്ത് അല്ലെങ്കിൽ കഴിവ് പടച്ചവൻ കൊടുക്കട്ടെ എന്ന് മാത്രം പറയുന്നു.